السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما كنت ترجو أن يلقى إليك الكتاب إلا رحمة من ربك. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മേഖലകളിലൂടെയുള്ള അവിടുത്തെ ചരിത്രങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പഠന പരമ്പരയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ലഭിച്ച പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂക്തങ്ങളെ സംബന്ധിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഏതാനും വചനങ്ങൾ അവതരിച്ചു കിട്ടിയ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വളരെയേറെ ഭയത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയും പിന്നീട് നടന്ന സംഭവങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരിച്ചു കൊടുക്കുകയും ശേഷം വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദ പണ്ഡിതനെ സമീപിക്കുകയും അദ്ദേഹം പറഞ്ഞ ചില പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇഖ്റ എന്ന് കേട്ടപ്പോൾ അവിടുന്ന് വല്ലാതെ പരിഭ്രമിക്കുകയും ഭയപ്പെടുകയും ആ ഒരു സംഗമം, പരിചയമില്ലാത്ത ഒരാളുമായിട്ടുള്ള ആ ഒരു സംഗമം വളരെയേറെ പ്രവാചക മനസ്സിൽ ഭീതി ഉണ്ടാക്കി തീർക്കുകയുമൊക്കെ ചെയ്തു എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വേദഗ്രന്ഥം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി, ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അവിടുന്ന് നടന്നിരുന്നില്ല എന്നാണ്. പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് ഹിറാ മലയിലെ ഗുഹയിൽ പോയി ഏകാന്തവാസം ചെയ്തിരുന്നത് ഈ ലോകത്തെ സത്യത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു വെളിച്ചം തേടിക്കൊണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ആത്മീയ പരിശ്രമം നടത്തുകയായിരുന്നു അവിടുന്ന് ചെയ്തിരുന്നത് എന്നൊക്കെ എഴുതിയ പല ആളുകളും ഉണ്ട്. അതായത് അവർ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിലെ അവസ്ഥയൊക്കെ കണ്ട്
ജനങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് മനസ്സ് വേദനിച്ച് ഇവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ എനിക്കൊരു വെളിച്ചം കിട്ടിയെങ്കിൽ, ഇവരെ ഒന്ന് നേർവഴിക്കാക്കാൻ എനിക്കൊരു വേദഗ്രന്ഥം അവതരിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചാണ് ഹിറാമലയുടെ മുകളിൽ പോയി ധ്യാനമിരുന്നതെന്നും അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരു ആത്മീയമായ പരിശ്രമമായിരുന്നു പ്രവാചകന്റെ ആ ഒറ്റയ്ക്കുള്ള ഇരുത്തം. തനിക്കൊരു വെളിച്ചം കിട്ടണം, തന്റെ സമൂഹത്തെ നന്നാക്കണം എന്നൊക്കെയുള്ള നിലക്ക് പ്രവാചകൻ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അതിനുവേണ്ട ഒരു അധ്വാനം ചെയ്തതാണ് ഹിറാ ഗുഹയിൽ പോയി അവിടുന്ന് നടത്തിയ ഒറ്റക്കിരിക്കൽ എന്നൊക്കെ കേട്ടാൽ നല്ല ഭംഗിയുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള പല ചരിത്രകാരന്മാരും ഉണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിശ്രമം നടത്തിയിട്ട് അങ്ങനെ ഇരിക്കെ ആ ഗുഹയിൽ വെച്ച് തേടിയ വള്ളി കാലിൽ ചുറ്റുകയായിരുന്നു. അതല്ലെങ്കിൽ ആ തേടിയ വെളിച്ചം പെട്ടെന്ന് ലഭിച്ചതാണെന്നും ചില ആളുകളൊക്കെ പറയുന്നു. ഇത് ഖുർആനിനും ഹദീസിനും വിരുദ്ധമാണ്. കാരണം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ പറയുന്നത്, വമാ കുൻത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബു ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക. വമാ കുൻത തർജു, നീ ആഗ്രഹിക്കുന്നവനായിരുന്നില്ല, നീ പ്രതീക്ഷയോടെ ഇരിക്കുന്നവനായിരുന്നില്ല, നീ ആഗ്രഹിക്കുന്നവനായിരുന്നില്ല. അൻ യുൽഖാ ഇലൈക്കൽ കിതാബു, വേദഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെടണം എന്ന് പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തയാളായിരുന്നു താങ്കൾ. അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നയാളായിരുന്നില്ല താങ്കൾ. പിന്നെയോ ഈ വേദഗ്രന്ഥം എന്തിനാണ് അവതരിപ്പിച്ചിരുന്നത്? നിങ്ങൾ ആഗ്രഹിച്ചത് തന്നതല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചത് തന്നതല്ല. നിങ്ങൾ തേടിയ വെളിച്ചം നിങ്ങൾക്ക് ആ തേടിയ വള്ളിക്കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ട് നടന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചു തന്നതുമല്ല. പിന്നെയോ ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം മുഖേനയല്ലാതെ, കാരുണ്യമൊന്നുകൊണ്ട് മാത്രമല്ലാതെ ഈ ഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടില്ല. എന്താണ് പറഞ്ഞത്? പ്രവാചകന്മാർക്ക് പ്രവാചകത്വം കിട്ടുന്നതും വേദഗ്രന്ഥം ലഭിക്കുന്നതുമൊന്നും അവരാഗ്രഹിച്ചിട്ടോ അതിനുവേണ്ടി പണിയെടുത്തിട്ടോ അധ്വാനിച്ചിട്ടോ കിട്ടുന്നതല്ല. ഒരാൾ അത്ര തന്നെ അത്യുധ്വാനം ചെയ്താലും പണിയെടുത്താലും ഇബാദത്ത് ചെയ്താലും ഒന്നും കിട്ടുന്ന ഒരു പദവിയല്ല നുബുവത്ത് എന്ന് പറയുന്ന പദവി, അല്ലെങ്കിൽ റിസാലത്ത് എന്ന് പറയുന്ന പദവി. അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുത്ത് അവൻ ഉദ്ദേശിക്കുന്ന വഹി കൊടുക്കുന്നു, വേദഗ്രന്ഥം നൽകുന്നു എന്നതല്ലാതെ പ്രവാചകന്മാരുടെ മുൻകൂട്ടിയുള്ള ആഗ്രഹമനുസരിച്ച് അവര് തേടി നടന്നിട്ട്, അല്ലെങ്കിൽ നബിയാകാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ട്, അല്ലെങ്കിൽ നുബുവത്തിന് വേണ്ടി ഒട്ടേറെ അത്യധ്വാനം ചെയ്തിട്ടൊന്നും കിട്ടുന്ന ഒരു സ്ഥാനമല്ല ഈ നബി അല്ലെങ്കിൽ റസൂല് എന്നൊക്കെ പറയുന്ന പദവി. അത് വഹബിയാണ്. വഹബി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് ഓശാരമായിട്ടാണ് നൽകുന്നതാണ്. ആർക്കും അറിയില്ല ആരെയാ തെരഞ്ഞെടുക്കുന്നത്, ആരെയാണ് ഇതിനു വേണ്ടി അല്ലാഹ് നിയമിക്കുന്നത്, ഒരാൾക്കും അറിയില്ല. അല്ലാഹ് അങ്ങ് തെരഞ്ഞെടുക്കുമ്പോ മാത്രമാണ് ആ പ്രവാചകന്മാർക്ക് വരെ ഞാനപ്പോ നബിയായിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. അതല്ലാതെ നബി എന്ന് പറയുന്ന പദവി, റസൂൽ എന്ന് പറയുന്ന പദവി ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ആഗ്രഹിച്ചിട്ടോ അത്യധ്വാനം ചെയ്തിട്ടോ നേടിയെടുക്കാവുന്ന ഒരു പദവിയല്ല. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന പ്രത്യേകമായ ഒരു അനുഗ്രഹമാണത്. അതാണ് ഇവിടെ നബിതങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തു ഖസസിന്റെ 86-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വമാ കുൻത തർജു, താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നയാളായിരുന്നില്ല. അൻ തുൽഖാ ഇലൈക്കൽ കിതാബു, വേദഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ വെളിച്ചം തേടി നടന്നയാളായിരുന്നില്ല. പിന്നെ താങ്കൾക്ക് ഈ വേദഗ്രന്ഥം നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ എന്നുള്ള പ്രത്യേകമായ കാരുണ്യം താങ്കൾക്ക് നൽകി എന്നതല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചുമൊന്നും കിട്ടിയതല്ല. ഇതേ ആശയം സൂറത്തു ശൂറയിൽ 52-ാമത്തെ ആയത്തിൽ കാണാം. മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. മാ കുൻത തദ്രീ, താങ്കൾക്ക് അറിയാമായിരുന്നില്ല. മൽ കിതാബു, എന്താണ് ഈ വേദഗ്രന്ഥം? വലൽ ഈമാൻ, എന്താണ് ഈമാൻ, എന്താണ് ശരിയായ വിശ്വാസം, എന്താണ് വേദഗ്രന്ഥം എന്നൊന്നും താങ്കൾക്ക് അറിയാമായിരുന്നില്ല.
വലാകിൻ ജഅൽനാഹു നൂറാ, പക്ഷേ നാം അതിനെ ആക്കി നൂറന്നൊരു പ്രകാശമാക്കി. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് അത് മുഖേന നാം വഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജനങ്ങളുടെ ഈ ദുരവസ്ഥയിൽ മനം നൊന്ത് ഇവരെ ഒന്ന് നന്നാക്കാൻ ഞാനൊരു നേതാവായ തരക്കെടില്ല, എനിക്ക് ഈ ജനങ്ങളെയൊക്കെ നന്നാക്കി മുമ്പിൽ നടക്കാൻ ഒരു വെളിച്ചം കിട്ടിയെങ്കിൽ, ഒരു വേദഗ്രന്ഥം കിട്ടിയെങ്കിൽ എന്നൊക്കെ ആശിച്ച് നബിതങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് പ്രതീക്ഷിച്ച് ഹിറാമലയുടെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ധ്യാനമിരുന്നപ്പോൾ അവസാനം ആ തേടിയ വെളിച്ചമതാ പെട്ടെന്ന് കടന്നു വരുന്നു എന്നൊക്കെ പലരും എഴുതി വിട്ടിട്ടുണ്ട്. ശരിയല്ല, അത് ഖുർആൻ വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച അവിടുത്തെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. മാത്രല്ല, പണ്ഡിതന്മാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു കാര്യമെങ്കിൽ, ജിബ്രീൽ വന്ന് അല്ലെങ്കിൽ ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ എന്നുള്ള സംഭവം ഉണ്ടായപ്പോ അള്ളാന്റെ റസൂൽ എന്തിനാ പേടിക്കണ്? പ്രതീക്ഷിച്ച ആളെത്തി, ഞാൻ ഇതുവരെ കാത്തു മോഹിച്ച ആൾ എത്തിക്കഴിഞ്ഞു, തനിക്കിതാ സന്ദേശം കിട്ടിത്തുടങ്ങി. മുമ്പുള്ളതിനേക്കാൾ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവുമാണ് വാസ്തവത്തിൽ ഹിറാ ഗുഹയിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ ശേഷം പ്രവാചകനിൽ കാണേണ്ടിയിരുന്നത്. പക്ഷെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. വളരെ പേടിച്ച് വ്യസനത്തോടെ, വെപ്രാളത്തോടെ, പരിഭ്രമത്തോടെ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ സമീപിച്ച് സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ടതായോ, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറയുകയാണ്, വിഷമിക്കുകയാണ്. ആ അവസരത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കാണ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹു കൈവെടിയൂല. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനച്ചിരിക്കാതെ തന്നെ കിട്ടിയ അപൂർവമായ ഒരു സൗഭാഗ്യമായിരുന്നു അവിടുത്തെ നബുവത്തും അവിടുത്തെ റിസാലത്തും എന്നതിനാണ് ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത്. മറിച്ചുള്ളതൊക്കെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അവിടുന്ന് ഇങ്ങനെ ജനങ്ങളുടെ പ്രയാസമോർത്തുകൊണ്ട് വിഷമിച്ച് ആ ജനതയെ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയാമെന്നതല്ലാതെ പ്രമാണങ്ങളോട് നിരക്കുന്ന വാദമല്ല അത് എന്ന് സാന്ദർഭികമായി എന്റെ സഹോദരങ്ങളെ ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, അങ്ങനെ ഈ ഹിറാ ഗുഹയിൽ വെച്ചുള്ള ഈ ഇഖ്റ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ 4-5 വചനങ്ങളുടെ അവതരണത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിന്നെ കുറച്ച് കാലത്തേക്ക് വഹയൊന്നും ഉണ്ടായില്ല. വഹയ് നിലച്ചുപോയി. ഫത്രത്തുൽ വഹി എന്നാണ് ആ കാലഘട്ടം അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വഹി വരാത്തൊരു ഇടവേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതെത്ര കാലം ഉണ്ടായി എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവഗാഹമായ പരിശോധനകളും ഇത് സംബന്ധമായ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചിട്ടുള്ള പണ്ഡിതന്മാര് പറയുന്നത് അമ്മാ മുദ്ദത്തു ഫത്രത്തിൽ വഹി, അവിടുത്തേക്ക് വഹി വരാത്തൊരു ഇടവേള ഉണ്ടായതിന്റെ കാലഘട്ടം ഫറവാ ഇബ്നു സഅദ് അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഇബ്നു സഅദ് എന്ന ചരിത്രകാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാ യുഫീദു അന്നഹാ കാനത് അയ്യാമ, ഏതാനും ദിവസങ്ങളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. വഹി വരാതെ ഇഖ്റ ബിസ്മി എന്ന വചനങ്ങൾ അവതരിച്ചതിന്റെ ശേഷം പിന്നീടുള്ള വചനങ്ങൾ അവതരിക്കുന്നതിന്റെ ഇടവേള കുറെ കാലമൊന്നും ഉണ്ടായിട്ടില്ല, ഏതാനും ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ചിലര് 10 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 15 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 40 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 6 മാസം എന്ന് പറഞ്ഞവരുണ്ട്, 2.5 കൊല്ലത്തേക്ക് വഹിയൊന്നും വന്നില്ല എന്ന് പറയുന്നവരുണ്ട്, 3 കൊല്ലത്തേക്ക് പിന്നെ വഹിയൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അഭിപ്രായങ്ങളൊന്നും സഹീഹല്ല. ഈ 2.5 കൊല്ലം 3 കൊല്ലം പറയണമെന്നും ഒരു നിലക്കും സഹീഹായതല്ല. അത്രയൊന്നും ദീർഘമായ കാലഘട്ടം അവിടത്തേക്ക് വഹി വരാതെ നിന്നിട്ടില്ല. പിന്നെയോ അന്നഹാ കാനത്ത് അയ്യാമൻ, ഏതാനും ദിവസങ്ങളെ അങ്ങനെ വഹി വരാത്ത ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ളൂ എന്നാണ്. എത്രത്തോളം ഈ 2.5 കൊല്ലം 3 കൊല്ലം എന്നൊക്കെ അഭിപ്രായം പറയാവുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിനിടയിൽ വല്ലാതെ വിഷമിച്ചു, ദുഃഖിച്ചു. സംഗതി ശരിയാണ്, പ്രവാചകന് വഹി വരാത്ത സന്ദർഭത്തിൽ അവിടത്തേക്ക് മനസ്സിൽ വേദന ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് കാലഘട്ടം നീണ്ടുനിന്നു. പ്രവാചകന്റെ മനസ്സിനെ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയോളം എത്തിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് സനദ് ശരിക്കും ചേർത്തു പറയാവുന്ന നിലക്ക് സ്വഹീഹിന്റെ പദവിയിൽ എത്തിപ്പെടാവുന്ന നിലക്കുള്ള റിപ്പോർട്ടുകളല്ല അതൊന്നും. എത്രത്തോളം അങ്ങനെ പ്രവാചകന്റെ മനസ്സ് വേദനിച്ച് ദുഃഖം മൂത്ത് വഹി വരുന്നില്ലല്ലോ, വഹി നിലച്ചല്ലോ എന്നതോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സങ്കടപ്പെട്ടിട്ട് അവിടുന്ന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാമലയുടെ പരിസരത്ത് ഇങ്ങനെ പോയി, പർവ്വതത്തിന്റെ മുകളിൽ പോയി നിന്നു എന്നാണ്. എന്തിന്? അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് വഴിയൊന്നും വരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ മലന്റെ മുകളിൽ നിന്നാണ് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു എന്നാണ്. അങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തിയിട്ട് ചാടാനൊരുങ്ങുമ്പോഴൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞു എന്നാണ് നബി തങ്ങളോട്, മുഹമ്മദേ യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖ്ഖാ. മുഹമ്മദ്, വിഷമിക്കണ്ട, വേദനിക്കണ്ട, നിശ്ചയം താങ്കൾ സത്യമായും അള്ളാഹുവിന്റെ ദൂതനാണ്. അപ്പൊ നബി തങ്ങൾ ചാടൂല, മാറി നിൽക്കും. പിന്നെയും താഴത്തേക്ക് ഇറങ്ങി വരും. കുറെ കാലത്തിന് പിന്നെയും വഴിയില്ല. നബി തങ്ങൾ പിന്നെയും മലന്റെ മുകളിൽ കയറും ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തി ചാടാനൊരുങ്ങുമ്പോ ജിബ്രീൽ പിന്നെയും പറയും, യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖ്ഖാ, നീ നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന് പറയും. ഇപ്പൊ പ്രവാചകൻ ഇറങ്ങിപ്പോയി. ഇങ്ങനെ മിറാറൻ പലതവണ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമം സഹിക്കാതെ പർവ്വതമുകളിൽ പോയി താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അതല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ നിലക്ക് ഇടക്കുള്ള സനദിലെ കണ്ണികൾ മുറിയാത്ത നിലക്ക് ആ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അത്തരം റിപ്പോർട്ടുകൾ അസ്വീകാര്യമായ റിപ്പോർട്ടുകളുടെ മേഖലയിലേക്കാണ് അവ തള്ളപ്പെടുന്നത്. മാത്രല്ല അതിൽ പറഞ്ഞ ആശയങ്ങൾക്കും ചില പൊരുത്തക്കേടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചാടാൻ ഒരുങ്ങ, അത് തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖ്ഖാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഈമാൻ കൊള്ളൂലേ, പിന്നെ വിശ്വസിക്കൂലേ? രണ്ടാമത് പിന്നെയും പോവോ? അപ്പൊ അതൊക്കെ തന്നെ പല കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ ആ ഒരു ആത്മഹത്യാശ്രമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് നിരക്കുന്നതല്ല ആ സംഭവം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും ചിന്തിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, മുർസലായ റിപ്പോർട്ടുകൾ, അതല്ലെങ്കിൽ മുഅല്ലഖായ, അതൊക്കെ സനദുമായി ബന്ധപ്പെട്ട പേരുകളാണ് മുർസൽ, മുഅല്ലഖ് എന്നൊക്കെ പറയുന്നത്. എന്താ? സനദ് ശരിക്ക് മുറിയാത്ത നിലക്ക് വന്നിട്ടില്ല, ഇടക്ക് കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മുഅല്ലഖായ ആ നിലക്കുള്ള പ്രത്യേകമായി സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥാനത്തേക്ക് ഇതൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് വേദനിച്ചിട്ട് ആത്മഹത്യാശ്രമം നടത്തി എന്നത് സനദ് കൊണ്ടും അതുപോലെ തന്നെ അതിൽ പറയുന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തിന് നിരക്കാത്തതായതുകൊണ്ടും ആ രൂപത്തിലുള്ള വാദങ്ങൾ ശരിയല്ല, അത് തള്ളപ്പെടേണ്ടതാണ് എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി അപഗ്രഥനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് ഏതായാലും വിഷമുണ്ടായിട്ടുണ്ട്. അല്പ ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും വഹി തുടർന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെയും വഹി ചൂട് പിടിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, വകാന ദാലിക, അതായത് വഹി കുറച്ചു കാലം നടക്കാതെ, വഹി കുറച്ചു കാലം ഇല്ലാതെ ഒരു ഇടവേള വന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനേറ്റ പേടിയൊന്ന് നീങ്ങാൻ, വീണ്ടും വഹി വന്നെങ്കിൽ എന്ന ആശയും ആഗ്രഹവും അവിടുത്തെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരു ഇടവേള അള്ളാഹു ഉണ്ടാക്കിയത് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ശർഹിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ഇങ്ങനെ ഒരു ഇടവേള ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആയത്ത് അവതരിച്ചതിന്റെ ശേഷം ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ ഒരു ഇടവേള, കുറച്ച് ദിവസങ്ങൾ വഹിയൊന്നുമില്ലാതെ പ്രവാചകൻ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമതും വഹി വരാൻ തുടങ്ങുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. ബുഖാരിയിൽ കാണാം, ഫബൈനാ അന അംശി, ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കയിലൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമിഅ്തു സൗതം മിനസ് സമാ,
ഈ ഇഖ്റ ബിസ്മി എന്നുള്ള വചനങ്ങൾ അവതരിച്ചതിന് ശേഷം കുറച്ചു കാലത്തേക്ക് വഹിയൊന്നും വരാതെ പ്രവാചകന്റെ മനസ്സിലിങ്ങനെ വിഷമുണ്ട്, എന്തേപ്പത് മുറിഞ്ഞു പോയത്, എന്തേ സംഭവിച്ചത് എന്നൊക്കെ അറിയാതെ അവിടുന്ന് വിഷമിച്ച് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ട് പെട്ടെന്ന് മുകളിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഫറഫഅതു ബസരി ഖിബല അസ്സമാ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മുകളിലേക്ക് ഞാൻ എന്റെ ദൃഷ്ടി തിരിച്ചു. എന്റെ ദൃഷ്ടി ഉയർത്തി ഞാൻ മുകളിലേക്ക് നോക്കി. ഫഇദൽ മലക്കുല്ലദീ ജാഅനീ ബിഹിറാ ഖായിദുൻ അലാ കുർസിയിൻ ബൈന അസ്സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ ഒരു പീഠത്തിലതാ അതേ ഹിറാ ഗുഹയിൽ വെച്ച് എനിക്ക് പരിചയമുള്ള അതേ മാലാഖ ഇരിക്കുന്നു. ആകാശഭൂമികൾക്കിടയിൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നതായി ഞാൻ കാണുന്നു. കണ്ടപാടെ ഫജുഇസ്തു മിൻഹു, ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഞാനങ്ങ് ഭൂമിയിലേക്ക് വീണുപോയി. ആ രംഗം കണ്ടപ്പോഴേക്ക് ഞാൻ പേടിച്ചിട്ട് അങ്ങനെ തന്നെ കാൽമുട്ട് കുത്തി അങ്ങ് വീണു, നിലത്തേക്ക് ഞാൻ വീണു. അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് ഫജിഅ്തു അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തെ സമീപിച്ചു. വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഉടനെ ഓടിച്ചെന്നു. ഫഖുൽതു, ഞാൻ വീണ്ടും പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പിച്ചതായോ, എന്നെ പുതപ്പിച്ചതായോ. ഫസമ്മലൂനി, എന്റെ കുടുംബം എനിക്ക് പുതപ്പിട്ട് തന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പുതപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ വിറച്ച് പേടിച്ച് ഈ രംഗം കണ്ട് അതേ ഞാനിങ്ങനെ പുതപ്പിനുള്ളിൽ കിടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഫഅൻസലല്ലാഹു തആല, അല്ലാഹു ആയത്തിറക്കുന്നു. അതാണ് ഇഖ്റ ബിസ്മിക്ക് ശേഷം രണ്ടാമത്തെ വഹി തുടങ്ങുന്നത്. എന്തായിരുന്നു ആ നിർദ്ദേശം? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനേ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ, അതേ അർത്ഥമാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനേ, നിങ്ങൾ ഇങ്ങനെ പുതച്ചു മൂടി പേടിച്ച് കിടക്കേണ്ടയാളല്ല. ഖും, എഴുന്നേൽക്കണം, എഴുന്നേൽക്കൂ പുതപ്പിനുള്ളിൽ നിന്ന്. ഫഅൻസിർ, എന്നിട്ട് മുന്നറിയിപ്പ് നൽകൂ. വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ രക്ഷിതാവിനെ വാഴ്ത്തൂ, താങ്കളുടെ രക്ഷിതാവിനെ കുറിച്ച് മഹത്വം പറയൂ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തൂ. വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രം ശുദ്ധീകരിക്കൂ. അഥവാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോ അങ്ങയുടെ എല്ലാ നിലക്കും ഒരു പ്രബോധകന് എല്ലാ നിലക്കുമുള്ള ശുദ്ധി ആവശ്യമാണല്ലോ. ആ നിലക്ക് അങ്ങ് ശുദ്ധമായിരിക്കണം. വറുജ്സ ഫഹ്ജുർ, അതെ ഇവിടെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ, ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള വസ്തുക്കളെയൊക്കെ വെടിയുക, ഒഴിവാക്കുക, ഒഴിവാക്കാൻ ജനങ്ങളോട് പ്രഖ്യാപിക്കുക, പറയുക എന്ന്. സുമ്മ ഹമിയൽ വഹ്യു വതതാബഅ, പിന്നീട് വഹി ചൂടുപിടിക്കാൻ തുടങ്ങി. വതതാബഅ, അത് തുടർന്നു. അപ്പൊ വഹി നിലച്ചതിന്റെ ശേഷം ആദ്യമായി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങുന്ന വചനം ഏതാണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആദ്യം ഇറങ്ങിയത് ഏതാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പല ആളുകളും മനസ്സിലാക്കിയത് ഈ ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന സൂറത്ത് ഫുള്ളും ഹിറാ ഗുഹയിൽ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയല്ല, ഇത്രയായത്ത് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് ഇറങ്ങുന്നത് ഏതാ? ഈ ഇടവേളക്ക് ശേഷം യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിലെ വചനങ്ങളാണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, പിന്നെ എങ്ങനെ ഇതാ സൂറത്തിന്റെ ഇഖ്റ ബിസ്മിയിൽ പിന്നെ കുറേയും കാണുന്നുണ്ടല്ലോ, വേറെയും ഇഖ്റ ബിസ്മിയിൽ കാണുന്നുണ്ടല്ലോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോ സഹാബിമാരോട് പറയും, ഇതിന്റെ ഭാഗത്ത് എഴുതണം, ഇതിന്റെ ഭാഗത്ത് ചേർക്കണം, ഇതിന്റെ ഭാഗത്ത് ചേർക്കണം, ഇതിന്റെ ഭാഗത്ത് ചേർക്കണം. അങ്ങനെ പിന്നീടാണ് ഓരോ വചനങ്ങളുടെയും അവതരണത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് ഏത് സൂറത്തിൽ എവിടെ ഇത് ചേർക്കണം എന്ന നിയമങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ ശേഷമാണ് പിന്നീട് ഇതിന്റെ ക്രോഡീകരണവും കോർവയും അതിന്റെ തെർത്തീബുമൊക്കെ ഉണ്ടായിത്തീരുന്നത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്വാഭാവികമായും പ്രാഥമികമായി പലപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ എന്ന് തുടങ്ങുന്ന 5 ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ രണ്ടാമത് ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങി വറുജ്സ ഫഹ്ജുർ എന്ന് വരെയാണ്. അതിന്റെയും ബാക്കി അപ്പോഴും ശേഷം ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇങ്ങനെ കുറേശ്ശെയായിട്ടാ ഖുർആൻ ഇറങ്ങി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് എഴുതി വെക്കാൻ പറയും. അവരെഴുതി വെക്കും. പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് ഏത് ഭാഗത്ത് എവിടെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് പിന്നെ നിർദ്ദേശം കൊടുക്കും. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ഈ തർത്തീബ്. അവൽ സൂറ ഫാത്തിഹ, അവസാന സൂറ സൂറത്തുൻ നാസ്. ഈ 114 അധ്യായങ്ങളുടെ തർത്തീബും ക്രമീകരണം ഒക്കെ ആര് പറഞ്ഞു കൊടുത്ത തന്നെയാണ്? അള്ളാഹു അവന്റെ റസൂലിന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് അതിന്റെ ക്രോഡീകരണവും അതിന്റെ തർത്തീബൊക്കെ ക്രമീകരണമൊക്കെ ഉണ്ടായി തീർന്നിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇത് കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറൊരു സന്ദർഭത്തിലും വഹി കുറച്ച് ദിവസത്തേക്ക് നിന്നിട്ടുണ്ട്. അതൊരു 2-3 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. 2-3 ദിവസം മാത്രമാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇങ്ങനെ വഹി വരാത്തായപ്പോ മുശ്രിക്കീങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. ഖദ് വദ്ദഅ മുഹമ്മദൻ റബ്ബുഹു. മുഹമ്മദിനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന റബ്ബൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. മുഹമ്മദിനൊന്നും ഇപ്പൊ വേണ്ട. മുഹമ്മദിനെ റബ്ബ് അവൻ പറയുന്ന അവന്റെ റബ്ബ് ഇപ്പൊ മുഹമ്മദിനെ കൈയൊഴിച്ചിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ഒഴിവാക്കിയിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചക മനസ്സിൽ വേദനയുണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്തിയപ്പോൾ ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇളയുച്ചയെ തന്നെയാണ് സത്യം, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രിയെ സംബന്ധിച്ച് പറയുന്നു, അതിനെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്റെ റബ്ബ് നിന്നോട് ഈർഷ്യതയും വെറുപ്പും കാണിച്ചിട്ടില്ല. അതും ഇതും ഒന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പല ആളുകളും. വഹി നിലച്ചതിന്റെ ശേഷം, ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന വഹി നിലച്ചതിന്റെ ശേഷം നബിതങ്ങൾക്ക് പിന്നീട് വഹി വരാൻ തുടങ്ങിയത് വദ്ദുഹാ വല്ലൈലി മുതൽക്കാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. രണ്ടും 2 സന്ദർഭമാണ്. ഇഖ്റ ബിസ്മി അവതരിച്ചതിന്റെ ശേഷം പിന്നീട് പ്രവാചകൻ ആദ്യം വന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി വന്ന ഇനങ്ങൾ, ഏതൊക്കെ രീതിയിൽ പ്രവാചകന് വഹി പിന്നീട് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിവരിക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്റെ വഹീന്റെ തുടക്കം എന്തായിരുന്നു എന്നാണ് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. ആ കാണുന്ന സ്വപ്നങ്ങൾ 100% പകൽ വെളിച്ചം പോലെ സത്യസന്ധമായിട്ട് പിറ്റേന്നാണ് പുലരും. ഇങ്ങനെയായിരുന്നു അവിടുത്തെ വഹീന്റെ ആദ്യകാല തുടക്കം. ഏതാണ്ട് 6 മാസക്കാലത്തോളം ഈ നില ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കാണും, സ്വപ്നം കാണും, അത് ചെയ്ത് പ്രകടമാകും. അപ്പൊ ആദ്യം ഇങ്ങനെ സ്വപ്നങ്ങളായിരുന്നു. പിന്നെ പ്രവാചകന് വഹി കൊടുക്കുന്ന രൂപം എന്തായിരുന്നു? മലക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൂല, ജിബ്രീലിനെ കാണൂല. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അടുക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഹൃദയത്തിലേക്ക് ചില മെസ്സേജുകൾ ഇട്ട് കൊടുക്കും. കാന യൻഫുസു ഫീ റൗഇ, എന്റെ മനസ്സിലേക്ക് അവിടുന്ന് ചിലത് ഇങ്ങനെ ഓതിത്തരും, എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുതരും. മലക്കന്നെ ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ കാണൂല, മലക്കിനെ കാണൂല. വേറെ രൂപം എങ്ങനെയായിരുന്നു? മലക്ക് മനുഷ്യന്റെ രൂപത്തിലാണ് വരും. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ തന്നെ പ്രവാചകന്റെ മുമ്പിലാണ് വന്നിട്ട് സന്ദേശമാണ് കൊടുക്കും. അതാണ് അവിടുന്ന് പറഞ്ഞത് വാഹിയാനൻ, ചില സന്ദർഭങ്ങളിൽ യതമസ്സലു ലിയൽ മലക്കു റജുലാ, മലക്ക് ഒരു പുരുഷവേഷം സ്വീകരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ അങ്ങ് രൂപാന്തരം പ്രാപിച്ചു പ്രത്യക്ഷപ്പെടും. ഫയുകല്ലിമുനി, എന്നിട്ട് ആ മലക്ക് എന്നോട് നേരിട്ടിങ്ങനെ സംസാരിക്കും. ഫഅഈ മാ യഖൂലു, അവിടുന്ന് പറയുന്നതൊക്കെ ഞാൻ നന്നായി മനസ്സിലാക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും സഹാബിമാർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജിബ്രീലിനല്ല കാണുന്നത്, മനുഷ്യവേഷത്തെയാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന വേളയിൽ
ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ട് വന്നതും ചില ചോദ്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചതൊക്കെ വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. വന്ന് പ്രവാചകനും സഹാബത്തൊക്കെ ഇരിക്കാണ്. അപ്പൊ ആർക്കും പരിചയമില്ലാത്ത ഒരാളുണ്ട് പെട്ടെന്ന് കയറി വരുന്നു. എന്താണ്? ഒരു യാത്രക്കാരന്റെ ഒരു അടയാളമൊന്നുമില്ല, എന്നാ അവർക്ക് ആർക്കും മുമ്പ് കണ്ടിട്ടില്ല. വളരെ ഫ്രഷ് ആയ ഒരാള്, നല്ല സുന്ദരൻ, വെളുവെളുത്ത വസ്ത്രം, മുടിയൊക്കെ ഇങ്ങനെ ചീകിപ്പ കുളി കഴിഞ്ഞ് ചീകി വെച്ചതുപോലെ. യാത്രയുടെ ഒരു അടയാളം ആ വസ്ത്രത്തിലോ മുടിയിലോ ഇല്ല. വളരെ കൃത്യമായി ഒരു ചുളിവ് പോലും ആ വസ്ത്രങ്ങൾക്കില്ല. ഇപ്പൊ അങ്ങോട്ട് ഫ്രഷ് ആയിട്ടൊരു പുത്തവന ഒരാള്, പുതിയ ഒരാളിന് കയറി വരികയാണ്. ആർക്കും മനസ്സിലായില്ല. കയറി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ അവിടുത്തെ കാൽമുട്ടിനോട് തന്റെ കാൽമുട്ട് ഇങ്ങനെ ചേർത്ത് കൈ രണ്ടും കാൽത്തൊടയിൽ ഇങ്ങനെ ഭവ്യതയോടെ വെച്ച് ഒരു ഉസ്താദിന്റെ മുമ്പിൽ, ഒരു ഗുരുവിന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ ഇരിക്കുന്ന സർവ്വ മര്യാദകളോടും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ്, മുഹമ്മദേ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5 കാര്യങ്ങൾ എന്നെ കൊടുത്തു. അത് പറഞ്ഞപ്പോ പറഞ്ഞു, സദഖത, ഈ സത്യ പറഞ്ഞത്, സത്യ പറഞ്ഞത്. ചോദിക്കാൻ വരിക ഒരാള്, അറിയാണ്ട് ചോദിക്കാൻ വരികയാണ്. ചോദിച്ചിട്ട് മറുപടി കൊടുക്കുമ്പോ പറയാം, നീ പറഞ്ഞത് സത്യമാണ്. പിന്നെന്തിനാ ചോദിക്കാൻ വന്നു? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. 6 കാര്യവും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴും പറഞ്ഞു, സദഖത, കറക്റ്റാണ്, നിങ്ങളെ മറുപടി കറക്റ്റാണ്. മൂന്നാമത്തതും ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഈ ഇഹ്സാൻ? നന്മ ചെയ്യണം, നല്ല രൂപത്തിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ ഇബാദത്തുകളെ പറ്റി. എന്താ അങ്ങനെ പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ ആരാധിക്കുമ്പോൾ നീ അല്ലാഹനെ കാണുമ്പോൾ ആരാധിക്കണം. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ, അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അവസാനം ചോദിച്ചു, അല്ലെ അന്ത്യനാൾ എപ്പോഴാ, ലോകാവസാനം എപ്പോഴാ? അപ്പൊ പറഞ്ഞു, ചോദിച്ചയാളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്ക് അതിനെപ്പറ്റി വിവരമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയണ വിവരം തന്നെ അതിനെപ്പറ്റി എനിക്കുള്ളൂ. ശരി, എന്നാ ഇത് അടയാളങ്ങൾ ചിലത് പറയാവോ? അപ്പൊ അന്ത്യനാളിന്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ശരി, അതൊക്കെ കഴിഞ്ഞ് ആളങ്ങോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹായിമാരോട്, വന്ന ആളങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും ഞങ്ങൾക്കറിയില്ല. അത് ജിബ്രീലാണ്. നിങ്ങൾക്ക് അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ച ജിബ്രീലാണത്. എല്ലാരും പോയി നോക്കുമ്പോ എവിടെ ആളെ കാണും? പോയില്ലേ? ആളെ പിന്നെ കാണുമോ? അപ്പൊ ഇവിടെ എന്താ? അതിനോട് പണ്ഡിതന്മാര് പല കാര്യങ്ങൾ പറഞ്ഞു. അറിയണ കാര്യം തന്നെ ചോദിക്കാണ്. എന്തിനാ? ജിബ്രീലിനെ അറിയാൻ വേണ്ടിയല്ല, എല്ലാരും കേൾക്കിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ വേറുള്ളവർക്ക് വേണ്ടി ഒരു ചോദ്യം ഉണ്ടല്ലോ, എല്ലാവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ചോദിക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി ഇൽമുണ്ടാവും. അതാ ഇപ്പൊ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത്. അല്ലെങ്കിൽ അതിനർത്ഥം എന്താ? ആളെ കളിയാക്കാന്നല്ല പറയാം. ഒരാൾ വന്നിട്ട് ചോദ്യം എങ്ങനെ ചോദിക്കുക, ഉത്തരം എങ്ങനെ പറയുമ്പോൾ കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ അയാൾക്ക് ഇതിനെപ്പറ്റി വിവരമുണ്ട് എന്നല്ല ഇതിനർത്ഥം. അപ്പൊ ഇവിടെ എന്താ? അതാക്കും ജിബ്രീൽ, അത് ജിബ്രീലാണ് നിങ്ങളുടെ അടുക്കൽ വന്നതെന്തിനാണ്? ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിച്ചു തരാൻ വന്നതാണ്. അപ്പൊ ഒരു ചോദ്യോത്തര രൂപത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാ റസൂലുള്ള മറുപടി പറയാ, കേട്ട ആളുകൾ പഠിക്കുക. അപ്പൊ ഇവിടെ ആ വന്ന രൂപത്തെ, ആ മനുഷ്യനെ സാധാരണഗതിയിൽ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത് ആരേ കാണുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ മനസ്സിലാക്കുള്ളൂ. ജിബ്രീലിന്റെ ശബ്ദം ആയിഷ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലായിരിക്കെ വഹയി വരും. ഖദീജ ബീവി കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണുന്നു, ആ ശബ്ദം കേൾക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങനെ മനുഷ്യരൂപം പൂണ്ട അവസരത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ സഹാബിമാർക്കും കാണാൻ സാധിച്ചു. അത് വഹയിന്റെ ഒരു ഇനമാണ്. വേറെ വളരെ കടുപ്പുള്ള ഒരു ഇനുണ്ട്. വഹി വരുന്ന കൂട്ടത്തിൽ ഏറെ പ്രവാചകൻ പ്രയാസം സഹിച്ചിരുന്നത് ആ രൂപത്തിൽ വരുമ്പോഴാണ് അവിടുന്ന് പറയുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്യാനൻ യഅ്തീനി, ചില സമയത്ത് എനിക്ക് വഹി വരിക, മിസ്ല സൽസലത്തിൽ ജറസ്, മണിനാദം പോലെ, ഒരു ചങ്ങല കിലുക്കം പോലെ, ഒരു ഇരുമ്പും മറ്റൊരു ഇരുമ്പോട്ട് ഇങ്ങനെ ടേന്ന് മേടിയാലുണ്ടാകുന്ന കുലുക്കം, ഭയങ്കരമായ ഇരുമ്പും തമ്മിൽ കൂട്ടിയിടിക്കുന്ന രൂപത്തിലുള്ള ശബ്ദം.
വഹുവ അശദ്ദുഹു അലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹീന്റെ ഇനങ്ങളിൽ, വഹീ വരുന്ന രീതികളിൽ എനിക്കേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അങ്ങനെ ആ അവസ്ഥ എന്നിൽ നിന്നാണ്ട് വിട്ടുമാറിപ്പോകുമ്പോഴേക്ക് ഫഖദ് വഅയ്തു അൻഹു മാ ഖാൽ, എന്താണോ എന്നോട് വന്നിട്ട് പറഞ്ഞതെങ്കിൽ, പഠിപ്പിച്ചതെങ്കിൽ ഞാനത് മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിക്കും. ആ അവസരത്തിലുള്ള പ്രയാസങ്ങൾ കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പറയാണ്, ഫകാന ജബീനുഹു യതഫസ്സദു അറഖാ ഫിൽ യൗമി ശദീദിൽ ബർദ്. നല്ല കഠിനമായ മരം കോച്ചുന്ന തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും, അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഇത്തരത്തിലുള്ള വഹി വരുന്നതെങ്കിൽ അവിടുന്ന് നെറ്റിത്തടങ്ങനെ വിയർത്തൊഴുകും. നല്ല തണുപ്പുള്ള നേരത്ത് ഈ രൂപത്തിലുള്ള വഹീന് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പൊന്നാകെ ഒഴുകുന്നത് കാണാം. വകാന വജ്ഹുഹു യതഗയ്യറു, മുഖക്കെ ഉയർന്നാകും. ആ സമയത്ത് മുഖത്തിന് തന്നെ ഒരു മാറ്റം, വല്ലാത്ത വിഷമം അവിടുന്ന് അനുഭവിക്കും. മാത്രമല്ല വജിസ്മുഹു യസ്ഖുൽ, അവിടുത്തെ ബോഡിക്ക് ഭയങ്കര വെയിറ്റ് തോന്നും, ശരീരം വല്ലാത്തൊരു ഭാരം കൂടും, അമിതമായൊരു ഭാരം ആ സമയത്ത് അവിടുത്തെ ശരീരത്തിന് തോന്നും. എത്രത്തോളം വഹി എഴുതിയിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു സന്ദർഭം പറയുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കൽ വഹി വരുന്ന നേരം, ആ അവസരത്തിൽ ഞാനൊരു വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽത്തൊട എന്റെ കാൽത്തൊടയുടെ മുകളിലാണ്. അങ്ങനെ കാൽ പിണച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ ഇരിക്കുന്ന നേരത്തിൽ, ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് ഇതുപോലത്തെ വഹി വരുന്ന നേരമാണ്. ആ സന്ദർഭത്തിൽ എന്താണ്ടായത്, ഫസഖുലത്ത് അലയ്യ, എനിക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അവിടുത്തെ കാൽത്തൊട, അവിടുത്തെ കാല് എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാലിന് മുമ്പില്ലാത്തൊരു വലിയ വെയിറ്റ് ആ സമയത്ത് തോന്നി. പ്രവാചകൻ ഇങ്ങനെ മുഖം മാറുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നു. എത്രത്തോളം, ഹത്താ ഖിഫ്തു അൻ തറുദ്ദ ഫഖ്ദി. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ കാലിന്റെ തൊട പൊട്ടി നുരുമ്പി തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്ര വെയിറ്റ് ഇങ്ങോട്ട് വന്നു ആ അവസരത്തിൽ എന്ന് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. മാത്രല്ല, വാഹനപ്പുറത്തിരിക്കെയാണ് ഈ രൂപത്തിൽ അവിടത്തേക്ക് വഹി വരുന്നതെങ്കിൽ, തബ്റുകു ബിഹി നാഖതുഹു, അവിടുന്ന് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വഹീന് വരുമ്പോ ഒട്ടകമോ കുതിരയോ വാഹനമൊക്കെ എന്ത് ചെയ്യും, നേരെ കാൽമുട്ട് കുത്തിയിട്ട് ഭൂമിയിൽ അവിടെ ഇരിക്കും, വെയിറ്റ് താങ്ങാഞ്ഞിട്ട്. അങ്ങനെ ഏറ്റവും ഞാൻ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സന്ദർഭം ആ രൂപത്തിൽ എനിക്ക് വഹി വരുന്ന നേരമായിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നെ മലക്കിനെ തന്നെ ഒറിജിനൽ രൂപത്തിൽ കണ്ടുകൊണ്ട് പ്രവാചകന് 2 തവണ സന്ദേശം കിട്ടിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഞാൻ കാണുകയുണ്ടായി. ലഹു 600 ജനാഹ്, 600 ചിറകോടുകൂടി. ജിബ്രീലിന്റെ സാക്ഷാൽ സ്വരൂപം 600 ചിറകോടുകൂടെയാണെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. 600 ചിറകെ കണ്ടാ പേടിക്കൂലേ? ഓരോ ചിറകും മാബൈനസ്സമായി, ഒരു ഭാഗത്ത് നിന്ന് മാബൈനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നീണ്ടുകിടക്കുന്ന രൂപത്തിലുള്ള വലുപ്പാണ് ഓരോ ചിറകും. അങ്ങനത്തെ 600 ചിറകുള്ള മലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? ആ രീതിയിൽ 2 തവണ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ചിറകുള്ള ശക്തനും നേതാവുമാണ് മഹാനായ റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കണം. കാരണം അല്ലാഹു സൂറത്തുൽ ഫാത്തിറിന്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞതാണ്, അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലീ അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ. അല്ലാഹു തആല ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവനാണ്. ജാഇലിൽ മലായികതി റുസുലാ, പ്രവാചകന്മാരായിക്കൊണ്ട് ദൂതന്മാരായിക്കൊണ്ട് മലക്കുകളെ നിശ്ചയിച്ചവനാണ് അല്ലാഹു. ഇങ്ങനത്തെ മലക്കുകൾ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ, 2ഉം 3ഉം 4ഉം ഒക്കെ ചിറകുള്ളവർ. യസീദു ഫിൽ ഖൽഖി മാ യശാ, സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2ഉം 3ഉം 4ഉം ഒക്കെ ചിറകുള്ളവര് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകാണ് ഉണ്ടായിരുന്നത്.
അപ്പൊ ഇങ്ങനെ സാക്ഷാൽ സ്വരൂപത്തിൽ വന്നിട്ട് വഹി കിട്ടിയ അനുഭവങ്ങളും ഉണ്ട്. ഇനിയോ ഇതൊന്നുമല്ലാതെ അള്ള തന്നെ നേരിട്ടൊരു മറയ്ക്ക് പിന്നിൽ വെച്ച് സംസാരിക്കുന്ന വഹിയുമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇസ്റാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണാതെ ഒരു മറയ്ക്ക് പിന്നിൽ വെച്ച് റബ്ബിന്റെ സംസാരം കേൾക്കുന്നു. മൂസ നബി അലൈഹിസ്സലാം ഭൂമിയിൽ വെച്ചും അത് കേട്ടിട്ടുണ്ട്. അല്ലാഹ് നിന്നെ ഒന്ന് കാണണം എന്ന് മൂസ നബി അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ നേരത്താണ്. ശബ്ദം കേൾക്കുന്നു, ഒന്ന് കാണണം എന്ന മോഹം. അല്ലാഹ് പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ കഴിയൂല. എന്നാലും പിന്നെയും മോഹം പറഞ്ഞപ്പോ വലാകിൻ ഉൻദുറിൽ ജബൽ, അതേ കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കോ. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ഖർറൻ. അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അല്ലാഹ് യഥാ പറയുന്നു, നിനക്ക് കാണാൻ കഴിയൂലേ എന്നെ? നീ കാണണമെങ്കിൽ ആ മലയുടെ മുകളിലേക്ക്, ആ മല അവിടെ ഉണ്ടോ, നിനക്ക് എന്നെ കാണാം. പക്ഷേ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, അല്ലാഹ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോ അത് കാണാനും മനസ്സിലാക്കാനും മൂസാ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞില്ല. പർവ്വതം തന്നെയും തകർന്നു, മൂസ അലൈഹിസ്സലാം വീണു. പരിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താ? അല്ലാഹനെ ഭൗതികമായ ലോകത്ത് വെച്ച് ഒരാൾക്കും കാണാൻ കഴിയൂല. അല്ലാഹനെ കാണാൻ കഴിയൂല. ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ. ദൃഷ്ടികൾക്ക് അവനെ കണ്ടെത്താൻ കഴിയൂല, അവൻ ദൃഷ്ടികളെ കാണുന്നു. അല്ലാഹ് ഇങ്ങോട്ട് കാണും, നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയൂല. ഇനി അതേ ഈ ഒരു പ്രത്യേകമായ അവസ്ഥക്കൊരു മാറ്റം വരുന്നത് പരലോകത്ത് വെച്ചാണ്. അവിടെ വെച്ച് മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമുണ്ട്. ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ അന്നിങ്ങനെ പ്രകാശം കൊണ്ട് തിളങ്ങും. പ്രസന്നമായ മുഖങ്ങൾ നാളെ പരലോകത്ത് കാണും. എന്തേ കാരണം? അവരുടെ റബ്ബിങ്കലേക്ക് അവ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സന്ദർഭത്തിൽ സഹാബത്ത് ചോദിക്കുകയാണ്, അതേ പ്രവാചകരെ, നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് അല്ലാഹനെ നേരിട്ട് കൺകൊണ്ട് കാണാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പരിപൂർണമായ ചന്ദ്രൻ ഉദിക്കുന്ന 14-ാം രാവിൽ പൂർണ്ണചന്ദ്രനെ മാനത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാറില്ലേ? അതേപോലെ ഒരു മറയുമില്ലാതെ ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ നോക്കിക്കാണാം. അല്ലാഹു നമ്മെ ആ രൂപത്തിൽ ഉൾപ്പെടുത്തി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് മാത്രം, ഈമാനുള്ളവർക്ക് മാത്രം അല്ലാഹനെ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് അൽ ഹുസ്നാ, അവർക്ക് സ്വർഗമുണ്ട് നാളെ പരലോകത്ത്. വസിയാദ, വർദ്ധനവുമുണ്ട്. സ്വർഗമുണ്ട്, പിന്നെ അതിലപ്പുറം കുറച്ച് വർദ്ധനവുണ്ട്. അതിനെക്കുറിച്ച് സഹാബത്ത് ചോദിച്ചു, എന്താണ് ആ വർദ്ധനവ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹില്ലാഹ്, അല്ലാഹനെ കാണാനുള്ള തൗഫീഖ് കിട്ടലാണ്. അല്ലാഹ് നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ കാഫിറുകളായ ആളുകൾ, മുനാഫിഖീങ്ങൾ, കാഫിറുകൾ, തെമ്മാടികൾ, അതേ അവർക്ക് അല്ലാഹനെ കാണാൻ കഴിയൂല. കല്ലാ ഇന്നഹും മിർ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. അവരവരുടെ റബ്ബിനെ തൊട്ട് മറയിടപ്പെടുന്നവര് തന്നെ. അല്ലാഹനെ കാണാൻ കഴിയൂല. അപ്പോ പടച്ച റബ്ബിനെ കാണാൻ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് സാധിക്കുമെന്നാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് അങ്ങനെ സംവിധാനമില്ല. എന്നാൽ ഇസ്ലാമിൽ നിന്ന് വിഘടിച്ച് പിഴച്ചുപോയ കക്ഷികളായ പലരുടെയും വാദം നാളെ പരലോകത്ത് വെച്ചും അല്ലാഹനെ കാണാൻ കഴിയൂല. അതാണ് ഖവാരിജ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വിശ്വാസം. ഖവാരിജുകൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷി പറയുന്നത് പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾക്കും അല്ലാഹനെ നാളെ കാണാൻ കഴിയൂല എന്നാണ്.
അതിന്റെ അതേ വിശ്വാസക്കാരായ ആളുകൾ ഇന്ന് ഒമാനിലും അതുപോലെ തന്നെ പല ഇടങ്ങളിലും നമുക്ക് ആ വിശ്വാസമുള്ള ആളുകളെ കാണാം. എന്റെ വിഷയം അതല്ല, സാന്ദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത് നന്നായിരിക്കും എന്നതുകൊണ്ട് അതുകൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായിരുന്നാലും ഈ രൂപത്തിലൊക്കെ വഹീകൾ പരിശുദ്ധ ഖുർആൻ ഇവയൊക്കെ മൊത്തത്തിൽ സൂറത്ത് ശൂറയുടെ 51-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്, പറയുന്നുണ്ട്. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇذനിഹി മാ യശാ ഇന്നഹു അലിയ്യുൻ ഹകീം. വഹയിന്റെ വ്യത്യസ്ത രൂപങ്ങളെ ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിലൂടെ സൂറത്ത് ശൂറ 51-ാമത്തെ ആയത്തിലൂടെ പറയാണ്. ഒരു മനുഷ്യരോടും അല്ലാഹു സംസാരിക്കുന്നതല്ല വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചിട്ട് ആ ദൂതനിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത് വഹി കൊടുത്തുകൊണ്ടല്ലാതെ എന്നൊക്കെ ആ 3 കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലക്ക് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിവരണം ഈ സൂറത്തു ശൂറയുടെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവുണ്ടായിരുന്നു. ഖുർആനിക വഹി ഇങ്ങനെ കേൾക്കുമ്പോ, ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ പ്രവാചകൻ വല്ലാത്തൊരു ബേജാർ. എന്താ? ജിബ്രീൽ ഓതുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുചൊല്ലും, നാവ് ഇങ്ങനെ ചലിപ്പിക്കും, ചുണ്ട് ചലിപ്പിക്കും, പെട്ടെന്ന്. എന്തിനാ? മറന്നുപോകോ എന്നുള്ള പേടി. മറന്നുപോകോ? ആദ്യം കേട്ടത് ജിബ്രീൽ പോകുമ്പോഴേക്കും മറക്കുവോ? അപ്പൊ പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനഃപ്പാഠമാക്കാനുള്ള ആ ഒരു ആവേശവും ഉത്സാഹവും കാരണത്താൽ അവിടുന്ന് ഇങ്ങനെ നാവിട്ട് ചലിപ്പിക്കും ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഓതിക്കൊടുക്കുമ്പോഴേക്ക്. അപ്പൊ അല്ലാഹ് സമാധാനിപ്പിച്ചു നബിതങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചു. ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ ഖിയാമയിൽ കാണാം, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആനഹു സുമ്മ ഇന്ന അലൈനാ ബയാനഹു. എന്താണ് പറഞ്ഞതിന്റെ ആശയം? ലാ തുഹർരിക് ബിഹി ലിസാനക, നിന്റെ നാവ് കൊണ്ട് നീ ഇങ്ങനെ ചലിപ്പിക്കണ്ട, നിന്റെ നാവിനെ ഈ ഖുർആൻ കൊണ്ട് നീ ഇങ്ങനെ ഇട്ടിളക്കണ്ട, ചലിപ്പിക്കണ്ട. ലിതഅജല ബിഹി, അതുകൊണ്ട് നീ ധൃതിപ്പെട്ട് മനഃപ്പാഠമാക്കാൻ വേണ്ടി അങ്ങനെ തിരക്കൂട്ടണ്ട, പേടിക്കണ്ട മുഹമ്മദേ. ഇന്നാലൈനാ ജംഅഹു വഖുർആന, അതിനെ ഒരുമിച്ച് കൂട്ടലും അതിനെ പാരായണം ചെയ്തു തരലും അതിനെ വിവരിച്ചു തരലും അതിനെ സംരക്ഷിക്കലും ഒക്കെ നമ്മുടെ മേലാണ് കടമയുള്ളത്. ഒക്കെ ഞാൻ ചെയ്തോളൂ, നിങ്ങൾ മറക്കൂല. സനുഖ്രിഉക ഫലാ തൻസാ, താങ്കൾക്ക് നാം ഓതിത്തരുന്നതാണ്, നിങ്ങൾ മറക്കൂല നബിയേ. വഹീന്റെ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ മറക്കൂല. വഹിയായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യവും അല്ലാഹുവിന്റെ റസൂൽ മറക്കൂല, മറന്നിട്ടുമില്ല. അതേ അവസരത്തിൽ മാനുഷികമായ പല കാര്യങ്ങളിലും അവിടുന്ന് മറന്നിട്ടുണ്ട്. 4 റക്അത്തുള്ളവരെ നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൊണ്ട് നിസ്കരിച്ചപ്പോ ഒരിക്കൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ടുണ്ട്. സലാം വീട്ടി അവിടുന്ന് മാറിപ്പോയി. ഇപ്പൊ സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ നിസ്കാരം ചുരുക്കിയോ അതോ നിങ്ങൾ മറന്നോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അപ്പോഴും മനസ്സിലായില്ല. അവിടുന്ന് പറഞ്ഞു, നിസ്കാരൊട്ട് ചുരുക്കപ്പെട്ടിട്ടില്ല, ഞാനൊട്ട് മറന്നിട്ടില്ല എന്നാണ്. അപ്പൊ എല്ലാവർക്കും ആകെ ബേജാറായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ 2 നിസ്കരിച്ചിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നിസ്കാരം ചുരുക്കിയിട്ടൊന്നുമില്ല, എന്നാ പിന്നെ മറന്നിട്ടില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവസാനം ആരും ചോദിക്കാൻ ധൈര്യപ്പെടില്ല. അവസാനം കൂട്ടത്തിലുള്ള ഒരാൾ ധൈര്യം സംഭരിച്ചിട്ട്, നബി നിങ്ങൾ മറന്നു കേട്ടോ, നിങ്ങൾ മറന്നിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ധൈര്യമായി. അപ്പൊ എല്ലാവരും ആ നബി ഞങ്ങൾ മറന്നു. ഒരാൾ പറഞ്ഞപ്പോ എല്ലാവർക്കും ധൈര്യമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബോധ്യായി. അവിടുന്ന് വേഗം വന്നു, വീണ്ടും മെഹ്റാബിൽ വന്നു, ബാക്കിയുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം അവിടുന്ന് എന്ത് ചെയ്തു? മറവിക്കുള്ള 2 സുജൂദ് ചെയ്തു. അപ്പൊ അവിടുന്ന് ആ കാര്യത്തിൽ അവിടുന്ന് ഒരു മറവി സംഭവിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് ജനങ്ങളോട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസുകളുടെയോ ഒരൊറ്റ വഹയും അവിടുന്ന് മറന്നിട്ടില്ല, മറക്കൂല. അത് പടച്ച റബ്ബ് കൊടുത്തിട്ടുള്ള പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ്, കാവലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിരക്കൂട്ടും.
ഇതുപോലെ സൂറത്തു ത്വാഹയിലും നമുക്ക് കാണാം 114-ാമത്തെ സൂക്തത്തിൽ കാണാം വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയേ, ഖുർആൻ അതിന്റെ ബോധനം നിനക്ക് പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിന്റെ മുമ്പായി നീ ധൃതിപ്പെട്ട് ഓതണ്ട, തിരക്കൂട്ടി ഓതണ്ട. മറിച്ച് വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവിനോട് ഇൽമ വർദ്ധിപ്പിച്ചു തരാൻ തേടിക്കോളൂ, ഇൽമ വർദ്ധിപ്പിച്ചു തരാൻ തേടിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാ അല്ലാഹ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ ഞാനും നിങ്ങളൊക്കെ. എന്ത് റബ്ബി സിദ്നി ഇൽമാ എന്ന് പറഞ്ഞോന്ന്? ആരാ? ഈ ലോകത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആലിമായ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് വീണ്ടും പറയണം, വഖുൽ പറഞ്ഞോളണം റബ്ബി സിദ്നി ഇൽമാ. എല്ലാവരും ദ്വാർന്നോളണം, എല്ലാവരും പ്രാർത്ഥിച്ചോളണം, അല്ലാഹ് ഇൽമ വർദ്ധിപ്പിച്ചു തരണം, നാഫിയായ ഇൽമിനെ തരണം, അറിഞ്ഞ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീക്ക് തരണം, അമൽ ചെയ്യാത്ത ഇൽമിനിക്ക് വേണ്ട. നബിതങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ലേ, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അല്ലാഹ് നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് നീ എനിക്ക് ഉപകാരം ഉണ്ടാക്കണേ, വൻഫഅനി ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് നീ എനിക്ക് ഉപകാരം തരണേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ എന്ന് പറഞ്ഞു. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വസിദ്നി ഇൽമാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ നിർദ്ദേശം പിന്നെ കിട്ടിയതിന്റെ ശേഷം ഇങ്ങനെ നിങ്ങൾ തിരക്കൂട്ടണ്ട, പേടിക്കൊന്നും വേണ്ട, മറക്കൊന്നുമില്ലട്ടോ, ബേജാറാവണ്ട. ജിബ്രീൽ വരുമ്പോൾ ഒരു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. നിങ്ങളെ മനസ്സിൽ ഒരു നിലനിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. നാവിട്ടടിക്കണ്ട, പ്രയാസപ്പെടണ്ട. അള്ളാഹുവിന്റെ പ്രത്യേകമായ ശാന്തമായ ആ നിർദ്ദേശം, സമാധാനത്തിന്റെ വാക്ക് കിട്ടിയതിന്റെ ശേഷം പിന്നീട് നബി തങ്ങളുടെ പതിവ് എന്തായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത്. ഫകാന ഇദാ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം അത്റഖ. ഈ ആയത്തുകൾ ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ അവിടുത്തെ പതിവെന്താ? പിന്നെ ജിബ്രീൽ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ആയത്തും കൊണ്ടുവന്നാൽ അത്റഖ, നബി തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കും, തല താഴ്ത്തി അങ്ങനെ ഇരുന്നു കൊടുക്കും. ജിബ്രീലാണ് പോയി കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ അതിങ്ങനെ മണിമണിയായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യും. അള്ളാഹ് അദ്ദേഹത്തോട് ഓഫർ പറഞ്ഞതുപോലെ, പേടിക്കണ്ട, ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനാന്ന് പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, അതെ, അത് കറക്റ്റ് ആയിക്കൊണ്ട് ജിബ്രീൽ വന്നാൽ പിന്നെ അള്ളാന്റെ റസൂൽ തലയും താഴ്ത്തി ശ്രദ്ധിച്ച് അങ്ങനെ കേൾക്കും. ജിബ്രീലാണ് പോയാ പ്രവാചകൻ കാണാൻ കൃത്യമായിട്ട് അതിങ്ങനെ പോരുന്നു, ഒരു ബേജാറുമില്ല, ഒരു വിഷമമില്ല. ഇങ്ങനെയായിരുന്നു അവിടുത്തെ ആ കൃത്യമായി വഹികളോടുണ്ടായിരുന്ന, വഹികൾ വരുന്ന നേരത്തുള്ള അവിടുത്തെ പ്രത്യേകമായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ കിട്ടിയ വഹികളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ആദ്യ കാലഘട്ടത്തിൽ പരസ്യ പ്രബോധനമല്ല നടത്തിയത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന വചനങ്ങൾ ഇറങ്ങിയതിന്റെ ശേഷം അവിടുന്ന് ഒരു പരസ്യ പ്രബോധനമല്ല ആദ്യം നടത്തിയത്. ആദ്യം സ്വകാര്യമായിട്ടുള്ള ദഅവത്തായിരുന്നു. അദ്ദഅവത്തു സിർരിയ, രഹസ്യ പ്രബോധനം എന്നതാണ് അതിന് പറയുന്ന, അറബിയിൽ പറയുന്ന പ്രയോഗം. ആ നിലക്കുള്ള രഹസ്യ പ്രബോധനം അവിടുന്ന് പിന്നീട് തുടങ്ങുകയാണ്. അതിന്റെ ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കുവാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹനീയമായ ചരിത്രത്തിന്റെ മുഴുവൻ വശങ്ങളും നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവിടുന്ന് ഈ ലോകത്തോട് നിർദ്ദേശിച്ച നിയമങ്ങളുടെ അതിർത്തികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം നേടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.